ഒരനക്കം തളിരിടുമ്പോൾ കരുതലോടെ എപ്പോഴും ഉയിരിൽ ചേർത്ത് നിർത്തുന്നൊരു പൂക്കാലമുണ്ട് ഓരോ അമ്മയിലും. അതാണ് നമ്മുടെ കുഞ്ഞ്. ആ കുഞ്ഞിൻ്റെ മനസ്സിലൂടെ നമുക്കൊന്ന് പോയി നോക്കിയാലും. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു മുട്ടായി പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അതെൻ്റെ അമ്മയ്ക്ക് അറിയില്ലല്ലോ. എൻ്റെ അമ്മയ്ക്ക് വെച്ചനെ വരെ കൂട്ടാൻ ഞാൻ വരുന്നുണ്ട് കഴിയും. അവർക്ക് എന്ത് സന്തോഷമായിരിക്കും. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരി പ്രാവ്, കുഞ്ഞമ്മിണി പ്രാവ്. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരി പ്രാവ്, കുഞ്ഞമ്മിണി പ്രാവ്. എന്തിനി വേണം എന്നരുളേണം നെല്ലിനവിലോ പൂവൻ കനിയോ തുമ്പപ്പൂച്ചോറോ തൂശലില തൻ തുഞ്ചത്ത് വച്ച പഴം നുറുക്കോ തിരുന്നേ കാവിലേ. ആ തിരുനെല്ലി കാവിലേ ചെറുതെച്ചി തേപ്പഴം വഴുക്കൽ കണ്ട തേന്മാവിൽ വിരുന്നു കൂടാൻ പോകാം. കണ്ടോ, എനിക്കിപ്പോ കുഞ്ഞു കൈയും കുഞ്ഞു കാലും കുഞ്ഞു വയറൊക്കെ ഉണ്ടല്ലോ. ഞാൻ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ എൻ്റെ അമ്മയ്ക്ക് ഇത്ര സന്തോഷമാണെങ്കിൽ ഞാൻ വന്ന് കഴിയുമ്പോൾ എൻ്റെ അമ്മ എന്നെ എത്ര കൊഞ്ചിക്കോ ലാളിക്കോ ഒക്കെ ചെയ്യും. എന്റെ വാരപ്പഴം കേൾക്കും രാജപ്പൂത്തായി പോയിടി. കൊതിയാവുന്നു. എൻ്റെ അമ്മ എങ്ങനെയായിരിക്കും എന്നെ താരാട്ട് പാടി ഓർക്കുന്നത്. മനസ്സിൻ മടിയിലെ
അമ്മയ്ക്കിത് എന്ത് പറ്റി? അമ്മ എന്താ ഇവിടെ കിടക്കുന്നത്? അമ്മയ്ക്ക് വയ്യ, ചുറ്റിലും ആൾക്കാരുണ്ടല്ലോ. അയ്യോ, അവരിതെന്നാ ചെയ്യാനായിട്ട് പോകുന്നത്? അയ്യോ, എനിക്ക് പേടിയാവുന്നു. അമ്മേ, എനിക്ക് വേദനിക്കുന്നു. ഇവൻ എന്റെ കാൽവിരലുകൾ മുറിച്ചു കളഞ്ഞു. എനിക്ക് വേദനിക്കുന്നു. അമ്മ, എനിക്ക് വേദനിക്കുന്നു. അമ്മേ, അമ്മ നെഞ്ചിൽ പാലാടിയേന്തി ആയിരം കൈ നീട്ടി നിന്നു. സൂര്യതാപമായി താതന്റെ ശോകം വിട ചൊല്ലവേ നിമിഷങ്ങളിൽ ജലരേഖകൾ വീണറിഞ്ഞു. കനിവേകുമീ വെൺമേഘവും മഴനീർക്കിനാവായി മറന്നു. ദൂരെ ഓർക്കുടം കേടുറങ്ങി. എന്നും ഒരു കുഞ്ഞ് ഒറ്റയ്ക്കല്ല പിറക്കുന്നത്. കുഞ്ഞിനൊപ്പം ഒരച്ഛനും അമ്മയും കൂടി ജന്മമെടുക്കുന്നുണ്ട്. ചിറകുമുളയ്ക്കുന്ന സ്വപ്നങ്ങൾ പക്ഷികളെ പോലെ പറക്കാൻ കൊതിച്ചവരാണവർ. അവരെ നമുക്ക് പറക്കാൻ അനുവദിക്കാം. എന്റെ ഓർമ്മയിൽ